പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ വിവരം പുറത്തുവിടേണ്ടതില്ലെന്ന് ദില്ലി ഹൈക്കോടതി. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ദില്ലി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബിരുദ വിവരം പുറത്തുവിടേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? സിജു, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദില്ലി യൂണിവേഴ്സിറ്റിയിലുള്ള സർവകലാശാലയിലുള്ള ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ്. ഈ സർവകലാശാല ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ഉയർത്തിയിട്ടുള്ള വാദവും അതുതന്നെയായിരുന്നു. വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ള വാദം, അതായത് ദില്ലി സർവകലാശാലയുടെ വാദം ശരിവെക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കണമെന്നുള്ളൊരു നീക്കത്തിലേക്ക് ദില്ലി ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 1978 ഇത്തരത്തിൽ ദില്ലി സർവകലാശാലയിൽ നിന്നും ആർട്സ് വിഭാഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബിരുദമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പിന്നീട് 2016 സാമൂഹ്യ പ്രവർത്തകനും അതോടൊപ്പം വിവരാവകാശ പ്രവർത്തകനുമായിട്ടുള്ള നീരജ് കുമാർ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത്. ആദ്യം അപേക്ഷ നൽകിയിരുന്നു ഡൽഹി സർവകലാശാലയ്ക്ക് ഇത്തരത്തിൽ 1978 ബാച്ചിൽ പഠനം പൂർത്തിയാക്കുകയും അതിൽ വിജയിച്ചവരോടൊക്കെ തന്നെ പട്ടിക പുറത്തുവിടണമെന്നുള്ളൊരു അപേക്ഷ നേരത്തെ ദില്ലി സർവകലാശാലയ്ക്ക് നീരജ് കുമാർ നൽകിയിരുന്നു. പിന്നീട് അത് നൽകാൻ കഴിയില്ല എന്നൊരു നീക്കത്തിലേക്കായിരുന്നു ദില്ലി സർവകലാശാല ഉണ്ടായത്. ഇതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഒരു വർഷമാണ്, അതായത് 1978 കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർട്സ് വിഭാഗത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നതായും ഈ വിവരങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഉയർത്തിക്കാട്ടുകയായിരുന്നു ദില്ലി സർവകലാശാലയും. അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ് ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സിജു, റഷീദ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിരുദമുണ്ടെങ്കിലല്ലേ പുറത്തുവിടേണ്ടതുള്ളൂ എന്നാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ചോദിക്കുന്നത്. മാത്രമല്ല 78 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു വിദ്യാർത്ഥി പഠിച്ചിരുന്നുവെങ്കിൽ ഒപ്പം പഠിച്ചിരുന്ന പലരും തിരിച്ചറിയണമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നൊരാൾ അവിടെ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അന്നത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യക്തതയുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ദില്ലി ഹൈക്കോടതി അടക്കം ഇങ്ങനെ നിലപാടെടുക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് അത്രയധികം ആധികാരിക രേഖയൊന്നും അല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാരണങ്ങളാണിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? സിജു, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം വിവരങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നതെന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതേസമയം ഈ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ള കാര്യമായിരുന്നു ദില്ലി സർവകലാശാല ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. ഈ ഒരു വാദം ശരിവെക്കുകയായിരുന്നു. 2016 അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നിരുന്നത്. അതിനുശേഷമാണ് നീരജ് കുമാർ ഈ ഒരു വിവരാവകാശ കമ്മീഷന് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും അത് ശരിവെക്കുന്ന ഒരു ഉത്തരവ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയും റദ്ദ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഹൈക്കോടതി പറയുന്നത് ഇത് ഈ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അത് വ്യക്തിപരമായിട്ട് പെടുന്ന വിവരങ്ങളാണ്. അത്തരം വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയും എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി നിയമപരമായിട്ട് നീരജ് കുമാറിനും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഏറെ വ്യക്തമാകുന്നത്. അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ നിർണായകമാണ്. കാരണം ഈ ബിരുദവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഇതിനോടകം തന്നെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി ഇരിക്കട്ടെ എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.